വെച്ചിട്ട് വാങ്ങി വെച്ചതല്ലേ. ഇതൊക്കെ ഈ പാനലിന്റെ അത്ര ഇതൊക്കെ നീ ആർക്കാ കൊടുക്കുക? കാത്തിരിക്കാതെ പറഞ്ഞിട്ട് പിന്നെ കാത്തിരിക്കാതെ ചതിക്കിരുന്നല്ലേ നിങ്ങളൊക്കെ പട ചേർന്ന് എന്നെ ചതിക്കല്ലായിരുന്നു. ഒരു വാക്ക് എപ്പോഴേലും ഇതിന്റെ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്റെ മുത്തിനെ കണ്ടൂടായിരുന്നല്ലേ. എത്ര പ്രാവശ്യം ഞങ്ങളോട് വന്ന് കാല് പിടിച്ച് സത്യം പറഞ്ഞതാണ്. അന്നൊക്കെ ആട്ടിപ്പായിക്കില്ലായിരുന്നു നിങ്ങള്. പുലിയല്ലായിരുന്നു, വലിയ പുലി. പുലിയായിരുന്നു. ആരും അനുസരിക്കാത്ത, ആരും പറഞ്ഞ കേക്കാത്ത ഒരു കരിമ്പുലിയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഒരുപാട് അനുഭവിച്ചില്ലേ. അതുകൊണ്ടൊന്നും തീർന്നിട്ടുണ്ടാവൂല. തീരും. ഇതൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ, ഈ പാവങ്ങളൊക്കെ പൊറുക്കണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഇല്ലാതാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആരും കാണാത്ത മരുഭൂമിയിലോ റോഡ് സൈഡിലോ പോയി നേറി മരിക്കണം. എന്നാലേ ഈ പാവങ്ങളൊക്കെ പുറത്ത് കിട്ടുള്ളൂ. എന്നാലേ ലഭിച്ചു എനിക്ക് പുറത്ത് തരുള്ളൂ. അതുകൊണ്ട് പോകാണ്. അതുകൊണ്ട് ആരും അന്വേഷിക്കും വേണ്ട, ആരും തരിയും വേണ്ട. അയമ്മന്റെ വിധി ഇതാണ്. പോയിക്കോളി, എവിടേക്കാണെങ്കിലും പോയിക്കോളി. പക്ഷെ പോണേന്റെ മുമ്പ് ഇതും കൂടി കേട്ടോളി. നിങ്ങളുടെ പിച്ചുമോൾ, ഞങ്ങളുടെ പിച്ചുമ്മ ആ അവസാനത്തെ ശ്വാസത്തിലും ഞങ്ങളോട് പറഞ്ഞതാ, നിങ്ങൾ ഉപ്പാനങ്ങള് ഒരിക്കലും കരയ്ക്കരുതെന്ന്. ഉപ്പാനെ മരിച്ചാലും മറക്കൂലെന്ന്. ഉപ്പാക്ക് വേണ്ടി ഞാന് കബറിലും കാത്തിരിക്കുന്നുണ്ടാവും. പറഞ്ഞു എന്റെ പിച്ചുമ്മ അങ്ങനെ പറഞ്ഞു. മരിച്ചാലും മറക്കൂലെന്ന് എന്റെ മുത്ത് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മള് കരയാൻ പറ്റൂല. കാരണം ഇനി നമ്മള് കരഞ്ഞ നമ്മളെ പിച്ചുമ്മ അത് കേക്കൂലേ. അതുകൊണ്ട് ഇപ്പാടെ കുട്ടിയൊക്കെ നീ മരിച്ചോളത്തിന് ഞാനുണ്ടാവും, ഇപ്പാക്ക് നിങ്ങളും. അതുകൊണ്ട് നീ ഒരിക്കലും കരയാൻ പറ്റൂല. ശരിക്കും
ഞാനേ ഓളെ ഭർത്താവായിട്ട് നിൽക്കണത്രേ. അതിനെ എന്റെ പട്ടി വരും പട്ടി. നാട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ ഓളിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ നോക്കിയോളാം. എന്നിട്ട് ഞാൻ ഓളെ ഭർത്താവായിട്ട് നിൽക്കാം.